ചർമ്മം എപ്പോഴും യൗവനത്തോടുകൂടിയും നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ ചർമ്മം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ ചർമ്മത്തിൽ പെട്ടെന്നൊരു ചേഞ്ചസ് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം വന്നു. കാരണം എൻ്റെ സ്കിന്നിന് പെട്ടെന്നാണ് ഒരു ഡിസ്കളറേഷൻ കാണാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പല പല കാര്യങ്ങളൊക്കെ ചെയ്ത് ചർമ്മത്തെ എങ്ങനെയെങ്കിലും ആ ഒരു പഴയ ഒരു കളറിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കി. പക്ഷെ അന്നേരം ഒന്നും ആ ഒരു പഴയ കളറിലേക്ക് എത്തുന്നില്ല. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്ന് പറയാം. അതായത് ഞാൻ വൈറ്റനിങ് ക്രീം മേടിച്ച് ഉപയോഗിച്ചു, പല പല സെറങ്ങൾ അതൊക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ട് പോലും എൻ്റെ സ്കിൻ പഴയ ഒരു മാറ്റത്തിലേക്ക് കിട്ടുന്നില്ല. കാരണം സ്കിൻ വളരെ അതായത് നശിച്ചു പോകുന്നത് പോലാണ് എനിക്ക് തോന്നിയത്. അതായത് ആ സ്കിന്നിൻ്റെ ആ ഒരു ഡിസ്കളറേഷൻ എന്നെ പോലും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പിരിമുറുക്കം ഉണ്ടാക്കി ആ ഒരു ഡിസ്കളറേഷൻ. കാരണം അത്രമാത്രം ഒരു വിഷമിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ചർമ്മം എപ്പോഴും നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ചർമ്മത്തിന് പെട്ടെന്നൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതെന്നെ മാനസികമായിട്ട് തന്നെ പിരിമുറുക്കം ഉണ്ടാക്കും. എന്നെപ്പോലെ പലർക്കും അങ്ങനെ തന്നെ അല്ലയോ? പിന്നെ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ തിളക്കമൊക്കെ വെച്ചിരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ഡിസ്കളറേഷൻ കാരണം വളരെയധികം വിഷമിച്ചായിരുന്നു ഞാൻ. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാം. ഞാൻ മേടിച്ച സെറമൊക്കെ ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ? ഡോക്ടർ ആലീസ് പ്ലം. പിന്നെ ഇത് വേറൊരു കമ്പനിയുടെ. ഇത്രയും സെറം ഞാൻ മേടിച്ച് ഉപയോഗിച്ചു. കാരണം എൻ്റെ സ്കിന്നിൻ്റെ ഡിസ്കളറേഷൻ എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു. കാരണം ഞാൻ ഇത്രയൊക്കെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചു. കാരണം എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ സ്കിന്നിന് സൂട്ട് ആവാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സൂട്ട് ആവുമായിരിക്കും. ചിലർക്ക് ചില പ്രോഡക്റ്റുകൾ സൂട്ട് ആവണമെന്നില്ലല്ലോ. അങ്ങനെ ഇത് പ്ലമ്മിൻ്റെ ഞാൻ ഉപയോഗിച്ച സമയത്ത് കുറച്ചൊക്കെ ചേഞ്ചസ് കണ്ടു. പക്ഷെ എന്നാലും വെയിൽ കൊള്ളുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്കിൻ ആ ഒരു പഴയതുപോലെ സ്കിൻ അങ്ങ് സ്കിന്നിന് നിറക്കുറവ് കണ്ടു തുടങ്ങി വെയിൽ കൊള്ളുന്ന സമയത്ത്. അതേപോലെ ഇതും ഉപയോഗിച്ച സമയത്തും സെയിം തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം സ്കിൻ നല്ലപോലെ തിളക്കം വെക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അത് നിൽക്കുന്നില്ല. പെട്ടെന്ന് തന്നെ സ്കിൻ പഴയതുപോലെ അങ്ങ് ആവുകയാണ് ചെയ്തത് ഈ 3 പ്രോഡക്റ്റും ഉപയോഗിച്ച സമയത്ത്. അപ്പം എനിക്ക് ചിലപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് കിട്ടാത്തതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. എൻ്റെ സ്കിൻ ടൈപ്പിന് അത് പറ്റുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് റിസൾട്ട് കിട്ടാത്തത്. ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റുമായിരിക്കും. എന്തായാലും ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ വിലയൊക്കെ നല്ല ഒരു വില തന്നെ ഉള്ളതാണ്. 550 രൂപ. അതുപോലെ തന്നെ ഇതും 549 രൂപ. ഇതും 300 സംതിങ്ങിൻ്റെ റേറ്റിനടുത്തുള്ള സെറമാണ് ഈ 3 എണ്ണവും. ഞാനിത് ഉപയോഗിച്ചു. എന്നിട്ട് പോലും എൻ്റെ സ്കിന്നിനൊരു ചേഞ്ചസ് കാണുന്നില്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്തെങ്കിലും വൈറ്റനിങ് ക്രീമൊക്കെ മേടിച്ച് ഉപയോഗിക്കാം. അങ്ങനെ കുറേ വൈറ്റനിങ് ക്രീമൊക്കെ ഞാൻ മേടിച്ച് ഉപയോഗിച്ചിട്ടൊന്നും എനിക്കൊരു മാറ്റവും കാണുന്നില്ല. ഈ സമയത്താണ് എനിക്ക് ഇതുപോലെ ഒരു സെറത്തിനെ കുറിച്ച് അറിയാനും അത് മേടിച്ച് ഞാൻ ഉപയോഗിച്ച് ആ സെറം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ ഒരു സെറം. ഇത് കണ്ടോ? ഇതാണ് ആ ഒരു സെറം. നമ്മൾ മേടിക്കുമ്പോൾ സെറങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം മേടിക്കാനായിട്ട്. ഞാൻ 3 സെറംസും എൻ്റെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ചേഞ്ചസ് കിട്ടാനത്. പക്ഷേ ഈ ഒരു സെറം എന്ന് പറയുന്നത് ആൾ സ്കിൻ ടൈപ്പിന് വേണ്ടി യൂസ് ചെയ്യാൻ കഴിയുന്ന സെറമാണ്. അപ്പം ഇത് ഉപയോഗിച്ചപ്പം എനിക്ക് എൻ്റെ സ്കിൻ നല്ലപോലെ ഒരു മാറ്റം കാണാൻ തുടങ്ങി. ഒരു കാര്യം മനസ്സിലാക്കണം. സെറങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറേയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ സ്കിന്നിനകത്ത് ഡിസ്കളറേഷൻ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ സെറങ്ങൾ ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ സ്കിന്നിനകത്തുണ്ടാകുന്ന റിങ്കിൾസ് ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ സെറം ഉപയോഗിക്കുന്നത്. ചീപ്പ് റേറ്റിലുള്ള സെറങ്ങളൊന്നും നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. പണ്ടത്തെ, അതായത് ഇപ്പോഴത്തെ ജനറേഷനല്ല, മുന്നത്തെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈറ്റനിങ് ക്രീമാണ്. ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സെറങ്ങളാണ്. അതെന്താണെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു മാറ്റം നൽകാൻ വേണ്ടിയാണ് സെറങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് പെട്ടെന്നൊരു ചേഞ്ചസ് നൽകാൻ സെറത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ
സാധിക്കുന്നതാണ്. അടുത്ത ജനറേഷനിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് സെറമാണ്. സെറം യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഈവൻ ടോൺ ആക്കാൻ, സ്കിൻ നല്ലപോലെ ഗ്ലോ ആക്കാനും, സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന റിങ്കിൾസ് ഇല്ലാതാക്കാനും, സ്കിന്നിനകത്ത് ഓപ്പൺ പോഴ്സ് ഒക്കെ വന്നിട്ട് അതിനെ ടൈറ്റ് ആക്കാനും അത് ഇല്ലാതാക്കാനും ഒക്കെ സെറത്തിൽ നിന്ന് സാധിക്കുന്നതാണ്. സെറത്തിൽ അടങ്ങിയിരിക്കുന്ന, അതായത് സെറത്തിനകത്ത് പല ഇൻക്ലൂഡായിട്ട് നാച്ചുറൽ കാര്യങ്ങൾ അടങ്ങിയത് കൊണ്ട് തന്നെ സ്കിൻ നല്ലപോലെ ഒരു മാറ്റം നൽകാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. കാരണം അതിനകത്ത് കെമിക്കൽ പരമായിട്ടുള്ള ഒരു കാര്യങ്ങളും സെറത്തിനകത്ത് അധികമായിട്ടില്ല, അത് ചെയ്യുക പോലും ചെയ്യില്ല. സെറത്തിനകത്താണെങ്കിൽ അടങ്ങിയിരിക്കുന്നത് ആന്റി ഓക്സിഡന്റ് ആണ്. അത് നമ്മുടെ സ്കിന്നിന്റെ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുകയും അതുമൂലം സ്കിൻ നല്ലപോലെ ഒരു മാറ്റം നൽകാൻ, അതായത് സ്കിന്നിന് നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സെറത്തിൽ നിന്ന് സാധിക്കുന്നതാണ്. നമ്മൾ സ്കിൻ ടോൺ മനസ്സിലാക്കി വേണം നമ്മൾ ഏതൊരു കാര്യവും മേടിക്കാനായിട്ട്. ഞാൻ ആ മേടിച്ച 3 സെറവും എൻ്റെ സ്കിന്നിന് ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെറത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ സ്കിൻ ടോണിന് യൂസ് ചെയ്യുന്ന സമയത്ത് മാറ്റം നൽകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു സ്കിൻ ടോൺ, അതായത് ആ ഒരു സെറത്തെ ഇഷ്ടപ്പെടാത്തത്. കാരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ സ്കിൻ ടോണിന് യൂസ് ചെയ്യുന്ന സമയത്ത് മാറ്റം നൽകാനായിട്ട് സാധിക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു കാര്യം മേടിക്കുക, ഒരു സെറം മേടിക്കുന്ന സമയത്ത് ആൾ സ്കിൻ ടൈപ്പ് നോക്കി മേടിക്കണം. അതല്ലാതെ നമ്മൾ മേടിക്കുവാണെങ്കിൽ നമ്മൾ സ്കിന്നിന് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മളിപ്പോൾ വിപണിയിൽ കിട്ടുന്ന എല്ലാ സെറങ്ങളും മേടിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും വെളുക്കണമെന്ന് ചിന്തിച്ചിട്ട് മേടിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റിൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ രീതിയിലുള്ള സെറം മേടിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പം ഇപ്പം ഞാൻ കാണിക്കുന്നതായാലും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു സെറം ആണെങ്കിലും അത് മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ എൽബോയിൽ ഇട്ട് ടെസ്റ്റ് ചെയ്യണം. ഇവിടെ ഇട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു 6 ഹവറെങ്കിലും വെയിറ്റ് ചെയ്യണം ഇവിടെ ഇട്ടിട്ട്. അതിനുശേഷം അവിടെ ഇട്ടിട്ട് ഇറിറ്റേഷൻ ഒന്നും തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കാൻ ഇടയാക്കും. ഇപ്പം നമ്മൾ മേടിക്കുന്ന ഇപ്പം നോർമൽ സ്കിൻ കോമ്പിനേഷൻ അങ്ങനെയുള്ള ഇത് തിരഞ്ഞെടുത്ത് മേടിക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ചില ആൾക്കാരുടെ സ്കിൻ ടോൺ ചിലപ്പോൾ ചില സമയങ്ങളിൽ ചേഞ്ചസ് വരും. അപ്പം നമ്മൾ മേടിച്ചത് ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്കിന്നിന് അത് ഇറിറ്റേഷൻ ഉണ്ടാവും. ഓൾ സ്കിൻ ടൈപ്പ് ഉള്ളത് മേടിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യേണ്ട അധികം ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. കാരണം അത് ആൾ സ്കിൻ ടൈപ്പിനായതുകൊണ്ട് തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ആൾ സ്കിൻ ടൈപ്പുകാർക്ക് പറ്റുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് മേടിക്കുന്ന സെറം എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ എന്തിനാ വിശദമാക്കി പറഞ്ഞതെന്ന് വെച്ചാൽ പൈസ മുടക്കി മേടിക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ മേടിക്കാനായിട്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പൈസ കൊടുത്തു, അതായത് കുറേ പൈസ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സെറത്തിൻ്റെയൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് എന്തുമാത്രം പൈസ കൊടുക്കേണ്ടി വരും. അതൊക്കെ മേടിച്ചിട്ടൊന്നും എൻ്റെ സ്കിൻ ടോണിന് ഒരു ചേഞ്ചസ് വരാതെ വന്നപ്പം വളരെ സങ്കടപ്പെട്ട്. കാരണം കയ്യിലിരിക്കുന്ന പൈസ പോയി. അത് പിന്നെ എന്ത് ചെയ്യണം? 1000 രൂപയുടെയൊക്കെ വരെ സെറം ഉണ്ട്, നിങ്ങൾക്ക് ഞെട്ടും നിങ്ങൾ. അതൊക്കെ മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് പോലും എൻ്റെ സ്കിന്നിന് ഒരു ചേഞ്ചസ് നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ കാണിച്ചിരുന്നു നേരത്തെ ആ ഒരു സെറം ഞാൻ ഉപയോഗിക്കാനിടയായത്. കാരണം എൻ്റെ സെല്ലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സ്കിന്നിനെ സെല്ലിൽ ഇറങ്ങി ചെന്നിട്ട് ന്യൂട്രീഷൻ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഹെൽത്തി സ്കിന്നായിട്ടും ഗ്ലോ സ്കിന്നായിട്ടും ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരു സെറത്തിൽ നിന്ന് സാധിക്കും. ഇതിനകത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതായത് ഷിയ ബട്ടർ എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കിൻ നല്ല പോലെ ഒരു ചേഞ്ചസ് നൽകാനൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്കിൻ നല്ല പോലെ ഇത് കണ്ടു, നിങ്ങൾ കണ്ടു, ഇതുപോലെ തിളങ്ങുന്ന ചർമ്മമാക്കി മാറ്റാൻ സാധിക്കും. ഇതിനകത്ത് കെമിക്കൽ ഫ്രീ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. മറ്റുള്ള ദോഷങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ഡിസ്കളറേഷൻ മാറ്റിയപ്പോൾ എനിക്കിതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് നല്ലൊരു മാറ്റം നൽകുന്നതാണ് ഈ ഒരു സെറത്തിൽ നിന്ന്. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. മറ്റുള്ള സെറത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ് ഈ ഒരു സെറം എന്ന് പറയുന്നത്. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു സെറം ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ടും ഫേസ് ക്ലീൻ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാറ്റവും സ്കിന്നിന് കിട്ടില്ല. ഫേസ് ക്ലീൻ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു സെറം ഇട്ടിട്ട് ഈ ഒരു സെറം ഉപയോഗിച്ചിട്ട് എത്ര സൂര്യപ്രകാശത്തിൽ പോയാലും സ്കിന്നിന് ഡാമേജ് വരില്ല. ഇപ്പം നമ്മളിപ്പം ഭയങ്കര ചൂടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും പുറത്തൊക്കെ പോകണം. അപ്പം നിങ്ങൾ ഈ ഒരു സെറം ഉപയോഗിക്കാം. നിങ്ങൾക്ക് അടിപൊളിയാണ്. പുറത്ത് പോയിട്ട് വന്നാൽ പോലും സ്കിൻ ഡാമേജ് ഉണ്ടാവാതെ നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു സെറത്തിൽ നിന്ന്. എത്ര സൂര്യപ്രകാശം ഏറ്റാലും നിങ്ങളുടെ ചർമ്മം നശിക്കുക പോലും ചെയ്യില്ല ഈ സെറം ഉപയോഗിക്കുന്നത് കൊണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി പറയാണ്, നിങ്ങൾക്ക് ഈ സെറം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വന്ന് എന്നെ ചീത്ത വിളിച്ചോ. ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി തന്നെ പറയുകയാണ്. കാരണം ഞാൻ ഉപയോഗിച്ചൊരു സംഭവമാണ്. ഇതിനകത്ത് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു സെറം. നിങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടോ?
ഫോർ ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു സെറം. ഇതിനകത്ത് വിലയും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട ഹൗ ടു യൂസ് എല്ലാം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിലയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു സെറം. ആയുർവേദിക് മെഡിസിനാണ്. ഇത് മേടിക്കേണ്ടതിൻ്റെ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു സെറം. നിങ്ങൾക്ക് ഇത് മേടിച്ച് ഉപയോഗിച്ച് നോക്കും. നല്ല അടിപൊളി മാറ്റം കിട്ടും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ടോ. നല്ല അടിപൊളി ചേഞ്ചസ് ആണ് കിട്ടുന്നത്. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ മേടിച്ച് നോക്ക്. അടിപൊളി മാറ്റം കിട്ടും. ഇനി നിങ്ങളുടെ ചർമ്മം നിറക്കുറവ് കാരണത്താൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ചർമ്മം അടിപൊളിയായിട്ട് നിറം വെക്കാൻ ഈ ഒരു സെറത്തിൽ നിന്ന് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. അതിന് മറുപടി ഞാൻ പറയുന്നതാണ്. ഈ ഒരു സെറം ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയണേ കേട്ടോ. മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.